എന്തുകൊണ്ടാണ് ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ താരൻ ഉണ്ടാവുന്നത്? താരൻ എങ്ങനെ ഇല്ലാതാക്കാം? നിലവിൽ ഏറ്റവും നല്ല വഴി താരൻ ഉണ്ടാക്കുന്ന ഫംഗസായ മലിസീസിയെ ഇല്ലാതാക്കാൻ ആന്റി ഫംഗൽസ് ആയ ഷാംപൂ പോലുള്ളവ തലയോട്ടിയിൽ ഉപയോഗിക്കുക എന്നതാണ്. ഹോർമോണൽ വേരിയേഷൻസ് കാരണം സീബം ഉൽപാദനത്തിൽ വ്യത്യാസം വരുന്നതിനാൽ ഡാൻഡ്രഫ് ഉള്ള ആളുകളിൽ തന്നെ ചില സമയത്ത് ഡാൻഡ്രഫ് ഉണ്ടാകുന്നതും ചില സമയത്ത് ഇല്ലാതായി നോർമൽ ആകുന്നതും കാണാൻ കഴിയും. ഏകദേശം എല്ലാവരുടെ തലയിലും മലസീസിയ കോളനികൾ സ്ഥാപിക്കുമെങ്കിലും ചിലർക്കു മാത്രം കൂടുതൽ ഡാൻഡ്രഫ് വരാൻ കാരണമെന്തായിരിക്കും? ഇതിൻ്റെ കൃത്യമായ ഉത്തരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ജെനറ്റിക്സ്, വീക്കർ സ്കിൻ ബാരിയർ, ഇമ്മ്യൂൺ റെസ്പോൺസിലെ വ്യത്യാസം ഒക്കെ റീസൺ ആണെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് നിയന്ത്രിക്കുന്ന ഓക്സിലിപ്പിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ എണ്ണമയമുള്ള തന്മാത്രകൾ ഉപയോഗിച്ച് മലസീസിയ നമ്മുടെ പ്രതിരോധ സംവിധാനവുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ഗവേഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. വീക്കത്തിന് കാരണമാകുന്ന ഓക്സിലിപ്പിൻസുകളെ തടയാനും വീക്കത്തെ ചെറുക്കുന്നവയെ വർദ്ധിപ്പിക്കുവാനും ഒരു വഴി കണ്ടെത്താനായാൽ ഗവേഷകർക്ക് പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കാൻ കഴിയും. പക്ഷേ കൂടുതൽ പേടിക്കാനൊന്നുമില്ല. താരൻ ഒരു പകർച്ചവ്യാധിയല്ല, നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയുമല്ല.